വിഷയം പറഞ്ഞിരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടല്ല, വിഷയം ഇഷ്ടം പോലെ ഉണ്ട്. ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കും കണ്ടന്റ് ഇപ്പം വന്നതാണ്, പണ്ടൊന്നും അങ്ങനെയില്ല. കണ്ടന്റ് എന്നൊക്കെ ഇപ്പോൾ വരുന്ന ആൾക്കാരാണ് അത് പറയുന്നത്. നല്ല കണ്ടന്റ് ഇട്ട് തരുന്നുണ്ട്, പക്ഷെ അതൊന്നും അങ്ങോട്ട് അത് കാണുന്നില്ല. എല്ലാവർക്കും ചൊറിന് സബ്ജക്റ്റാണ് ഇഷ്ടം. വളുത്തതും പൊളിച്ചതും കെട്ടുന്നറിയതും ആരാൻ്റെ വീട്ടിലത്തെ പച്ചരിച്ചാന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെക്കൂടെ പച്ചരിച്ച് തിന്നിപ്പിക്കുന്നത് അത് കാണുന്ന ആൾക്കാരാണ്. ഞാൻ എൻ്റെ അഭിപ്രായം പറയാം കേട്ടോ, അല്ലേ എന്നുള്ളത് നിങ്ങൾ പറയണം. കാരണം ഞാൻ ഇതിന് മുമ്പ് ഇന്ന് പെട്ടുന്ന ഒരു വീഡിയോ പേപ്പട്ടി കടിച്ചിട്ട് മരണപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ ഒരു പൈതലിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൽ ചെറുതായിട്ട് പറഞ്ഞുള്ള 6 മിനിറ്റുള്ളൂ. അങ്ങനെ ആ വീഡിയോ പോലെ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അതൊന്നും ആർക്കും ഇഷ്ടമേ ആവുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ വേറെ ആരുടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ വന്ന് വരാൻ 5000, 6000, 20,000, 30,000 ആൾക്കാരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? പച്ചരിച്ച് നമ്മളാണ് തിന്നുന്നതല്ലേ? ആയിക്കോട്ടെ. അപ്പോൾ ഇതുപോലെ ഒരു പച്ചരിച്ച് കുറച്ചായി ഇതിൽ കളിക്കുന്നു. ഇവിടെ ഞാനിപ്പം ബ്ലോക്ക് ചെയ്യും. ഇവിടെ പിന്നെ ഇവിടെ കളിക്കൂല, വേറെ ഐഡിയയിൽ വരേണ്ടി വരും. അല്ലാതെ ഇപ്പോൾ ഈ ഐഡിയയിൽ ഇനിയിപ്പോൾ കയറി കളിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ എന്തായാലും കുറച്ചായി ഇത് ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പിന്നെ ഇത് കാണുന്നത് കമൻറ്റൊക്കെ. അപ്പോൾ എന്താ സെക്കീന ബീവി, ഈ ബീവി ആണ്. അതുകൊണ്ട് പാവം അതിനെ നമ്മൾ ബീവി ആയിട്ട് തന്നെ കാണണം. അതുകൊണ്ട് അങ്ങനെയുള്ള വാക്കുകളാണ് ആ ബീവിയിൽ നിന്ന് എന്താ പറയുക വായിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കുറേ കമൻറ്റ് ഇട്ടിരുന്നു. കമൻറ്റിനൊക്കെ നമ്മൾ മറുപടി കൊടുത്തു പോകും. പിന്നെയും അവൾ വന്നിട്ടുണ്ട്. അവളല്ല അവനാണ്, അവനല്ല അവളാണ്. അത് രണ്ടും കൂടിയ സാധനമാണ്. എന്നാൽ നപുംസകം എന്നൊക്കെ പറയില്ല നമ്മൾ, ഹിജഡകൾ എന്നൊക്കെ പറയും. അപ്പോൾ രണ്ടും കൂടെ കൂടിയ സാധനമാണത്. ആണുമല്ല പെണ്ണുമല്ല. പക്ഷെ ഇതിന് സാജിദാനോട് എന്തോ ഇത്ര വൈരാഗ്യമുണ്ട്. ഒന്നല്ലെങ്കിൽ സാജിദാനെ കെട്ടാൻ പറഞ്ഞിട്ട് സാജിദ പറ്റാഞ്ഞിട്ട്, അല്ലെങ്കിൽ സാജിദാൻ്റെ ഫാമിലി ആരെങ്കിലും, ഈ രണ്ടിലൊന്നല്ലെങ്കിൽ അവർക്ക് ഇത്ര വൈരാഗ്യം സാജിദാനോട് ഉണ്ടാവില്ല. അപ്പം നമ്മൾ കേസ് വിട്ടിട്ടും അവൾ അല്ലെങ്കിൽ അവൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. തലിമാനൊന്നും ഇല്ലാത്ത ഒരു ഐഡിയ കൂടെയാണ് വന്നിട്ടുള്ളത്. അത് സ്വാഭാവികമായിട്ട് സ്വന്തം ഐഡിയ ഒന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മളോടുള്ള വൈരാഗ്യം കൊണ്ടാണോ എന്നുള്ളതും അറിയില്ല. എന്തായാലും സാജിദാനെ നമ്മൾ അനുകൂലിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഈ ആണും പെണ്ണും കിട്ട സാധനം വിരലെടുത്തിയത്. അപ്പോൾ കുറച്ച് കമൻറ്റൊക്കെ പോയി മറുപടിയൊക്കെ കൊടുത്തു പോകും. പിന്നെ വന്ന കമൻറ്റ് കേട്ടോക്കെയും ലാസ്റ്റ് വന്ന കമൻറ്റാണ്. അപ്പോൾ അത് ഞാൻ വായിക്കാം. ധർബേഷ് ഖാൻ സാജിദാൻ്റെയും ആരിഫാൻ്റെയും കാമുകനാണെന്ന് തോന്നുന്നു. പാവം, ഇവിടെ ഭയങ്കര സെർച്ചിങ്ങിലാണ് കേട്ടോ. ഡിസ്കവറി ചാനലിൽ വന്നു. ഇപ്പോൾ സാജിദ സെറ്റായി എന്ന് തോന്നുന്നു. ഇവൾക്കൊല്ലം തോന്നലാണ്. അവളോടൊരു സഹതാപം എന്തിനാ ഇങ്ങനെ ഒളിച്ചും പാത്തും പതുങ്ങിയും ഇരിക്കുന്നത്? മാന്യമായി സാജിദയെ വിവാഹം കഴിച്ച് കൂടെ ഖാൻ ഉപ്പാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവള് പറഞ്ഞാൽ ഇവളുടെ തൊഴിലെന്താണെന്നുള്ളത് ഇവളുടെ അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓൾക്ക് ഇങ്ങനെയുള്ള തൊഴിലാണ്. അപ്പോൾ ആ തൊഴിലിനോട് സാമ്യമായിട്ട് മറ്റുള്ളവർ ഉപമിക്കുള്ളൂ. ഈ മഞ്ഞപ്പിത്തം വന്നവന് കാണുന്നതെല്ലാം ഒരു മഞ്ഞായിട്ടേ തോന്നുക അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ അങ്ങനെയുള്ളൊരു ഇതിലായിട്ട് വരിക. രണ്ടാമത്തെ വന്നിട്ടുള്ളത് ആരിഫ, മലപ്പുറം ആരിഫ, നിൻ്റെ അടുത്തുള്ളത് ദർബേഷ് ഖാൻ ആണെന്ന് തോന്നുന്നു. എടി പൂ മോളെ, ഞാൻ മറ്റുള്ള പേര് വിളിപ്പിക്കേണ്ട എന്നെ കൊണ്ട് മാറി. അദ്ദേഹം കിടക്കുന്നത് സൗദി അറേബ്യയിൽ, ഞാൻ കിടക്കുന്നത് കേരളത്തിൽ. അദ്ദേഹത്തിൻ്റെ അടുത്ത് കിടക്കാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, എൻ്റെ അടുത്ത് കിടക്കാൻ എൻ്റെ ഭർത്താവുണ്ട്. ഈ വയസ്സൻ ഖാൻ 2 പേരെയും കൊണ്ട് കിടക്കുവാണോ? മുൻപ് ഷാജിദയോട് വൈരാഗ്യമായിരുന്നു. അത് ഷാജിദയെ കിട്ടാത്തത് കൊണ്ട് ഇപ്പോൾ ഷാജിദയുമായി കാര്യം സാധിച്ചു എന്ന് തോന്നുന്നു. ഷാജിദക്ക് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ. അപ്പോൾ എന്താ പറയുക, ഞാനിത് ഐഡിയ ചെയ്യും. ഇവളായാലും ഇവനായാലും ചെറ്റനെ ഞാൻ ഐഡിയ ചെയ്യും, അത് വേറെ കാര്യം. പക്ഷേ ഇപ്പോൾ ഇവളുടെ സ്വഭാവം എന്തെന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്താണ് ചെയ്യുന്നതും ഇങ്ങനെ 2-3 ആൾക്കാരായിട്ട് നടക്കുന്ന സാധനമാണെന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അവർ വയസ്സാവാതിരിക്കുകയില്ലടി. എല്ലാ കാലം എല്ലാവരും സുർക്കയിൽ ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെക്കൊന്നില്ലടി. നമ്മൾ പണ്ട് ജനിച്ച സമയത്ത് ഇട്ടിരുന്ന ആ കോണക്കണ്ടോ കുറച്ച് നടക്കുമ്പോൾ നമ്മൾ ഇടുന്ന ട്രൗസർ ആണോ? അത് കഴിഞ്ഞ് നമ്മൾ വലുതായി വരുമ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സാണോ? പിന്നെ നമ്മൾ അതിലും വലുതാകുമ്പോൾ ഇടല് അല്ലല്ലോ. പ്രായത്തിനനുസരിച്ച് സമയത്തിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. അതിനനുസരിച്ച് നമുക്ക് ഡ്രസ്സുകളും മാറ്റങ്ങൾ വരും അല്ലേ? അപ്പോൾ ഈ നമ്മൾ പെറ്റ അതേ പലകരം തന്നെ ആരും കിടക്കില്ലല്ലോ. പിന്നെ അവർക്ക് 90-100 വയസ്സാക്കി റബ്ബ് കൊണ്ടുവന്ന് ആയുസ് ചുരുക്കി കൊണ്ടുവന്ന് അത് വേറെ കാര്യം. നീയൊക്കെ എന്ന് പറഞ്ഞാൽ നിൻ്റെയൊക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും ചുക്കി ചുളിഞ്ഞ സാധനം തന്നെ ആണെന്നുള്ളത് മനസ്സിലായി. ആ അസൂയ കൊണ്ടാണ് പറയിപ്പിക്കണം കൊണ്ട്. അനക്കടി അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ മുരിക്കിൻ്റെ മുള്ളെടുത്തൂടെ? അത് നല്ല സുഖം ഉണ്ടാവും. ചെയ്തു നോക്കിട്ടാ.
അതാ നല്ലത്. അങ്ങനത്തെ പരിപാടിക്ക് കഥ പറ്റുള്ളൂ. എടീ, മാന്യമായിട്ട് സംസാരിക്കാറില്ലെങ്കിൽ മിണ്ടാതെ അവിടെ ഇരിക്കുക. ഞാൻ എൻ്റെ ചാനലിൽ എന്ത് കൊടുത്തുക്കണോ എങ്ങനെ കൊടുക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ ആരെ സ്നേഹിക്കണമെന്നും അല്ലെങ്കിൽ ആരെക്കുറിച്ച് നല്ല രീതിയിൽ പറയണമെന്നും ആരെക്കുറിച്ച് ചീത്തയിൽ പറയണമെന്നും ഞാൻ തീരുമാനിക്കും. ഇജ്ജല്ല തീരുമാനിക്കില്ല. മനസ്സിലായില്ലേ? എന്നെ ആരും വിളിച്ചിങ്ങനെ കാര്യം സാധിച്ചു എന്ന്. എന്ത് വൃത്തികെട്ട വാക്കുകളാണ് ഈ വൃത്തികെട്ട വാക്കുകൾ വരുന്നെങ്കിൽ അത്രയും വൃത്തികെട്ടതിൻ്റെ കെട്ടുനാറുന്ന ദ്രാവകം ഒഴിച്ചിട്ടുള്ള ഹൃദയം കൂടെ ഉണ്ടാവണം എനിക്ക്. ആ ഹൃദയത്തിൽ നിന്ന് അങ്ങനെ വരുള്ളൂ. നിന്നെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ലല്ലോ. ഞങ്ങൾ സാജിദനെ കുറിച്ചിട്ടല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനൊരു കമൻറ്റ് എന്താ ഇട്ടതല്ലേ? അതിന് നീ ഇങ്ങനെ കൊടുന്ന് കുറക്കേണ്ട ആവശ്യം എന്താണ്? അപ്പം നിൻ്റെ ആരെങ്കിലാണോ സാജിദ? അതല്ല, നീ കെട്ടാൻ വിചാരിച്ചിട്ട് പോയിട്ട് കെട്ടാൻ പറ്റാഞ്ഞിട്ട് നിൻ്റെ പറയിപ്പിക്കേണ്ടതുകൊണ്ട് ഉണ്ടാകുന്നോ? അതിന് നല്ല മറുപടി കണ്ട് റബീഷ ഖാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും നല്ല മെസ്സേജും ഇതൊക്കെ ഇട്ടുതരുന്നത് എപ്പോഴും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന അദ്ദേഹമാണ്. അപ്പം കൂടെ ഉണ്ടാവലുണ്ട് എപ്പോഴും സപ്പോർട്ടായിട്ട്. നമുക്കിത് മാത്രമല്ല എല്ലാ ചാനലിലും അദ്ദേഹം ഉണ്ടാവും, എല്ലാ ചാനലിലും പോകുന്നതാണ്. അപ്പം ഈ ഡാഷ് മോള് ആ ചാനലൊന്നും പോയി കണ്ടിട്ടുണ്ടാവില്ല. ഡാഷ് മോൾക്ക് അതല്ല ആവശ്യം. ഡാഷ് മോൾക്ക് ഈ എന്താ പറയുക, ഇവിടെ വന്നിട്ട് കളിക്കലാണ് ആവശ്യം. അപ്പം ഇവിടെ വന്നിട്ട് പറയുമ്പോൾ ഇത് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഡാഷ് മോൾക്ക് നല്ല മറുപടി റബീഷ് ഖാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിച്ചു തരാം. എന്നാൽ പിന്നെ നല്ല രസമാണ് കേൾക്കാൻ. സക്കീന, ഇതെല്ലാം പറയുന്ന ഈ കപട നീച്ച മനസ്സുള്ള നിങ്ങൾക്ക് എത്ര കാമുകന്മാരുണ്ടെന്നും അതിൽ ആർക്കെല്ലാം ഉടുതുണി അഴിച്ച് മലർന്ന് കിടന്ന് കൊടുത്തിട്ടുണ്ടെന്നും കൈവിരലിൽ എണ്ണി നോക്കാതെ പെട്ടെന്ന് തീരും ഇതിന് ഉത്തരം നിങ്ങൾക്ക് നൽകുവാൻ കഴിയുമോ? ചോദ്യടി, നീ കൊടുത്തു മേടിച്ചതാണ്, നീ അങ്ങോട്ട് കൊടുത്തു മേടിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇത് വീഡിയോ ആയിട്ട് കൂടെ കിട്ടട്ടെ. ഡീ ചക്കീന, നീ പോയി നിൻ്റെ വീട്ടിലുള്ള ചെറുതും വലുതുമായിട്ടുള്ള സ്ത്രീകളെല്ലാം ആരോടൊപ്പമാണ് കിടക്കുന്നതെന്ന് പോയി നോക്കി ആ ഗസ്റ്റുകളെല്ലാം ഒരു ചായ ഉണ്ടാക്കി കൊടുത്തു വാങ്ങും. അപ്പോൾ അവൾക്ക് വേറെ ഇങ്ങനെ അങ്ങനെ എന്തിന് ഇത് കൊടുത്തു വാങ്ങണം? അടി, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ അവരെ പറ്റി സംസാരിക്കുമ്പോൾ ചൂടാവും. പിച്ചാൽ വേദനിക്കാത്ത ആരുമില്ല. കുറച്ചൊക്കെ ഒതുങ്ങിക്കാരം പിച്ചാൻ വരുന്നവർ ചിലപ്പോൾ കഴിവ് കിട്ടുന്നവരായിരിക്കും. വേണ്ട, കൊടുക്കണ്ട, മറുപടി കൊടുക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെ തിരിച്ച് പിച്ചണ്ടെന്ന് വിചാരിച്ചിട്ട് വേദന ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കുന്നവരുണ്ടാവും. പിന്നെയും പിച്ചുമ്പോൾ നമുക്ക് നല്ല വേദന ഉണ്ടാകുമ്പോൾ ഒന്നാണ്ട് കൊടുക്കും. അത് വാങ്ങിയതാണ്. സാജിദാക്ക് നിനക്ക് തന്നെ വീട് വെച്ച് കൊടുത്തുകൂടെ? എന്തിനാ ഇങ്ങനെയുള്ള കാര്യം പറയുമ്പോൾ തുള്ളുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആർക്ക് വീട് വെച്ച് കൊടുക്കുകയും വീട് വെച്ചാൽ കൊടുക്കാതിരിക്കുക അതൊന്നും ഇപ്പോൾ അവൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് പോട്ടെ. ഇവള് പിന്നെ വേറെ പറഞ്ഞിരുന്നു, തള്ളെ നിന്നെ പോലെയും സാജിദയെ പോലെയും പുരുഷന്മാരെ വളക്കലല്ല എൻ്റെ ജോലി, അതിൻ്റെ ആവശ്യമില്ല. ഫ്രോഡ് തള്ള അരി വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് മേക്കപ്പ് ഇട്ടു തള്ളി യൂട്യൂബിൽ കരഞ്ഞു, പോയി കുറിയാൻ ഓതി തള്ളേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കിളവൻ എങ്ങനെ പറഞ്ഞത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഈ കിളവന് വളക്കലാണ് പണി. പിന്നെ അരി വാങ്ങാൻ എൻ്റെ തറവാട്ട് വന്നിട്ടുള്ള അരി വാങ്ങുന്നത് എൻ്റെ തന്തൻ്റെ ചിലവിലും അല്ല നമ്മൾ ജീവിക്കുന്നത്. ഇജെന്തിനാടി ഈ ചാനലിൽ വന്നിട്ട് എൻ്റെ വീഡിയോ കാണുന്നത്? നീ പൊടിച്ചിട്ടേ ഞാൻ എവിടേക്ക് പോകാനാണ്? ഞാൻ ഈ ചാനലിൽ എൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നു. മേക്കപ്പ് ഒന്ന് കണ്ണ് എഴുതിയിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. കൺമഷീറ്റ്, വെറും കൺമഷീറ്റ്, ഐലൈനർ ഇട്ടില്ല, വെറും കൺമഷീറ്റ്. പിന്നെ ഐബ്രോ പെൻസിൽ, പിന്നെ ചെറുതായിട്ട് ലിപ് ബാം ഇട്ട്, പിന്നെ ക്രീം, സിമ്പിൾ ക്രീം, ചെറുതായിട്ടൊരു ക്രീം ഇട്ട്, ഒരു പൗഡർ ഇട്ട്. അപ്പോൾ നിനക്ക് എന്താടി ഇത്ര പ്രശ്നമോ? എന്തിനാടി നീ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ? ഈ മേക്കപ്പ് എന്ന് പറഞ്ഞത് കമ്പനികൾ ഇറക്കുന്ന നിന്നെപ്പോലുള്ള എന്താ പറയുക കറുത്ത് ഇതായിട്ടുള്ള സാധനങ്ങൾക്ക് ഇടാനുള്ളതല്ല. ഇട്ടാൽ ചേരും ഉണ്ടാവില്ല. എടി, അനക്ക് ഇജ്ജ് സൗന്ദര്യമില്ല എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവരുടെ പേരിൽ മറ്റുള്ളവരുടെ മേത്ത് കുതിര കയറുന്നതിനടി ശവമേ. നമ്മൾ കൊടുത്ത ക്യാഷിന് നമ്മൾ മേക്കപ്പ് സെറ്റ് വാങ്ങുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ മേക്കപ്പ് സെറ്റ് എന്ന് പറഞ്ഞത് മേക്കപ്പ് മുഖത്തിടാൻ വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ ഇടാനല്ലല്ലോ. പിന്നെ അതാരും പുഴുങ്ങിയിട്ട് വിറകിയിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് കുടിക്കില്ലല്ലോ, ഇല്ലല്ലോ. അപ്പം നമുക്ക് നമ്മളതായിട്ടുള്ള കാര്യം ഇന്ന് തന്നെ മുഖത്തിടാന്നുള്ളതാണ് അല്ലേ മേക്കപ്പ്. അതിങ്ങനെ കുറുകി ഇതാക്കിയിട്ട് കടിച്ചു മാന്തി നടന്നിട്ട് കാര്യമില്ലടി. നീ അതിനപ്പുറം ഇല്ലെങ്കിൽ ഞാനെന്ത് കാട്ടാനാ കുട്ടിയെ? എൻ്റെ പിന്നാലെ വന്ന് കയറി ഇതാക്കിയിട്ട് ഒരു കാര്യമില്ല. പിന്നെ പുനാര മോളെ, ഈ ചെക്കീന എന്ന് പറഞ്ഞ ഐഡിയ ഇല്ലേ, ഇവിടെ ക്ലോസ്, മനസ്സിലായില്ലേ? ഇനി വേറെ ഏത് ഐഡിയ എടുത്ത് വന്നാലും റോങ് ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യും ഐഡിയ. ഓക്കെ, അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.